നമസ്കാരം. സമയം മലയാളത്തിലേക്ക് എല്ലാ കായിക പ്രേമികൾക്കും സ്വാഗതം. ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ആവശ്യത്തിനിടയിലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ചില മാറ്റങ്ങളുടെ വാർത്തകൾ ക്രിക്കറ്റ് ആരാധകരെ ത്രില്ലടിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ T20 ടീമിലും ഏകദിന ടീമിലും ചില പൊളിച്ചെഴുത്തുകളുടെ വാർത്തയാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായി പുറത്തേക്ക് വരുന്നത്. നിലവിലെ ഇന്ത്യയുടെ T20 നായകനായ സൂര്യകുമാർ യാദവിനെ മാറ്റി പകരം പുതിയൊരു നായകൻ ഇന്ത്യക്ക് എത്തുന്നു എന്നുള്ള റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് മുതൽ അതാരാവുമെന്ന ചോദ്യമാണ് ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഉയരുന്നത്. പ്രധാനമായും 2 പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. അതിലൊന്ന് സഞ്ജു സാംസണിൻ്റേതാണെങ്കിൽ മറ്റൊന്ന് ശ്രേയസ് അയ്യരുടേതാണ്. സഞ്ജു സാംസണും ശ്രേയസ് അയ്യരും 2 പേരും മികച്ച നായകന്മാരും മികച്ച ബാറ്റ്സ്മാൻമാരുമാണ്. അതുകൊണ്ട് തന്നെ ഇവരിൽ ആര് ക്യാപ്റ്റനായി എത്തണമെന്നുള്ളത് ടീം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് തലപോയിക്കുന്ന ചോദ്യം തന്നെയാവും. ഇതിനുള്ള ഉത്തരം അവർ വൈകാതെ കണ്ടെത്തും എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം ഇന്ത്യക്ക് ഇനി IPL ശേഷം മുന്നിൽ വരുന്ന പ്രധാന T20 പരമ്പരയിലൊന്ന് അയർലൻഡ് പരമ്പരയാണ്. പിന്നെ അല്ലെങ്കിൽ 2 T20 പരമ്പരയും വരുന്നുണ്ട്. അയർലൻഡ് പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ സാധ്യത ടീം സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. ആരൊക്കെയാകും ഇന്ത്യയുടെ T20 ടീമിലേക്ക് ഇനി പുതിയതായി എത്തുക, ആരുടെയൊക്കെ സീറ്റാവും തീർക്കുക എന്നുള്ള ചർച്ചകളെല്ലാം സജീവമായിട്ട് നടക്കുകയാണ്. നിലവിൽ IPL ശേഷം ഇന്ത്യയുടെ T20 ടീമിൽ മാറ്റമുണ്ടായാൽ ആരൊക്കെയാകും ആ ടീമിൽ ഉൾപ്പെടുക എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ക്യാപ്റ്റൻ സ്ഥാനത്ത് തീർച്ചയായിട്ടും ശ്രേയസ് അയ്യറിന് തന്നെയാണ് മുൻതൂക്കം. സഞ്ജു സാംസൺ മോശമായ ക്യാപ്റ്റൻ അല്ല എങ്കിലും ശ്രേയസ് അയ്യരെ ആയി താരതമ്യം ചെയ്യുമ്പോൾ സഞ്ജു സാംസണേക്കാൾ മികവ് ശ്രേയസിലുണ്ടെന്ന് തീർച്ചയായിട്ടും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം ശ്രേയസ് അയ്യർ ഡൽഹി ക്യാപിറ്റൽസും പഞ്ചാബ് കിങ്സിനെയും ഫൈനലെത്തിച്ച ക്യാപ്റ്റനാണ്. കൂടാതെ KKRനെ കിരീടത്തിലെത്തിച്ച ക്യാപ്റ്റനാണ്. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ ഫൈനലെത്തിച്ചത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ അത്ര വലിയ നേട്ടങ്ങൾ സഞ്ജുവിന് അവകാശപ്പെടാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. ആഭ്യന്തര ക്രിക്കറ്റിലും സഞ്ജു കേരളത്തെയൊക്കെ നയിച്ചിട്ടുണ്ടെങ്കിലും വലിയൊരു നേട്ടങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ല. അതേസമയം ശ്രേയസ് ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്നും വളരെ മികച്ച റെക്കോർഡുകളുള്ളൊരു ക്യാപ്റ്റൻ കൂടിയാണ്. ഇത് ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ ക്യാപ്റ്റൻസിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് മുൻതൂക്കമുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രേയസിനെ ക്യാപ്റ്റനായി തന്നെയായിരിക്കും ഇന്ത്യ മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് നിലവിലെ നമുക്ക് ലഭിക്കുന്ന വിവരം. വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് സഞ്ജു സാംസൺ എത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം നിലവിൽ ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനായിട്ട് എത്താൻ ഏറ്റവും യോഗ്യൻ സഞ്ജു ആണെന്ന് പറയാം. ഹാർദിക് പാണ്ഡ്യക്കൽ, അക്സർ പട്ടേലിനേക്കാളും ഒക്കെ ആരാധക പിന്തുണയും മികവും സഞ്ജുവിന് അവകാശപ്പെടാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ വൈസ് ക്യാപ്റ്റനായിട്ട് പരിഗണിച്ചേക്കും. സഞ്ജു സാംസണിനൊപ്പം ഓപ്പണറായിട്ട് നമുക്കറിയാം അഭിഷേക് ശർമ്മ തന്നെയാവും തുടരുക. കാരണം അദ്ദേഹം മികച്ച ഫോമിലാണ് IPL കളിക്കുന്നത്. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തല്ലി തകർക്കുന്ന അഭിഷേക് വീണ്ടും ഇന്ത്യയുടെ T20 ഓപ്പണർ സ്ഥാനത്ത് സഞ്ജുവിനൊപ്പം ഉണ്ടാകും. ബാക്കപ്പ് ഓപ്പണർ റോളിലേക്ക് വൈഭവ് സൂര്യവംശി ഇന്ത്യ പരിഗണിച്ചേക്കുമെന്നാണ് വിവരം. വൈഭവ് 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു താരമാണ്. രാജസ്ഥാൻ റോയൽസിനൊപ്പം മികവ് കാട്ടുന്ന വൈഭവിനെ ഇത്ര ചെറുപ്പത്തിൽ തന്നെ പിന്തുണച്ച് വളർത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ടീം മാനേജ്മെൻറ്റ് എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിലെ പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ വൈഭവിനെ ബാക്കപ്പ് ഓപ്പണർ റോളിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇഷാൻ കിഷൻ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് തുടരും. 3-ാം നമ്പറിൽ ഇഷാൻ കിഷന് ആണ് സമീപകാലത്തായിട്ട് ഇന്ത്യ പിന്തുണയ്ക്കുന്നത്. T20 ലോകകപ്പിലടക്കം 3-ാം നമ്പറിൽ ഇഷാൻ ആയിരുന്നു കളിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇഷാൻ T20 ടീമിനൊപ്പം തുടരും. സഞ്ജു 1-ാം കീപ്പറാകുമ്പോൾ ഇഷാൻ 2-ാം കീപ്പറായി മാറാനാണ് സാധ്യത. മധ്യനിരയിലേക്ക് ഇന്ത്യ ചില സുപ്രധാന മാറ്റങ്ങൾ പരിഗണിക്കുന്നു എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. രജത് പാട്ടിദാറിനെയും റിയാൻ പരാഗിനെയും കൊണ്ടുവരാനുള്ള നീക്കം ഇന്ത്യയുടെ അണിയറയിൽ സജീവമായി നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു. നമുക്കറിയാം രജത് RCBയുടെ ക്യാപ്റ്റനാണ്. പരാഗ് സഞ്ജു സാംസൺ കള കഴിഞ്ഞപ്പോൾ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായ താരമാണ്. ഇവരെല്ലാം മികച്ച പ്രതിഭാശാലികളായ താരങ്ങൾ തന്നെയാണ്. ഇതിനോടകം മികവ് കാട്ടി കഴിഞ്ഞ താരങ്ങളാണ്. റിയാൻ പരാഗിൻ്റെ സ്ഥിരത ഒരു പ്രശ്നമാണെങ്കിലും മോശമില്ലാത്തൊരു കളി അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട്. RCB ക്യാപ്റ്റനായ രജത് പാട്ടിദാർ ടീമിനെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു താരമാണ്. ഭാവിയിൽ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തന്നെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്നൊരു താരമെന്ന നിലയിൽ നമുക്ക് രജത്തിനെ പരിഗണിക്കാവുന്നതാണ്. അതേസമയം സൂര്യകുമാർ യാദവിനെയും തിലക് വർമ്മയെ ഇന്ത്യ തൽക്കാലത്തേക്ക് ടീമിൽ നിന്ന് മാറ്റി നിർത്തിയേക്കും എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 2 പേരും മോശം ഫോമിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ആഭ്യന്തര ക്രിക്കറ്റ് കളിച്ച് ഫോം വീണ്ടെടുത്ത് തിരിച്ചു വരട്ടെ എന്ന നിലപാടിലേക്ക് സെലക്ടർമാർ ആലോചിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇത്തരമൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്ത്യൻ ടീമിൽ പ്രതിഭാ ധാരാളിത്തമുള്ളതിനാൽ എത്ര മികച്ച താരമാണെങ്കിലും പ്രതിഭ കാട്ടാതെ മികവ് കാട്ടാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് തന്നെയുള്ളതിൻ്റെ തെളിവാണ് ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഓൾറൗണ്ടർ റോളിൽ ഹാർദിക് പാണ്ഡ്യ ഉണ്ടാകില്ല. ഹാർദിക് പാണ്ഡ്യയ്ക്ക് വിശ്രമം അനുവദിക്കുമെന്നാണ് വിവരം.
പകരം അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദറും ടീമിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. കുൽദീപ് യാദവ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നറായിട്ട് ടീമിൽ കണ്ടേക്കില്ല. പകരം രവി ബിഷ്ണോയിനെ കൊണ്ടുവരാൻ ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റ് ആലോചിക്കുന്നു എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട്. ജസ്പ്രീത് ബുംറയ്ക്ക് വിശ്രമം അനുവദിച്ചേക്കും. പകരം മുഹമ്മദ് സിറാജിനെ വീണ്ടും T20 ടീമിലേക്ക് തിരിച്ചു വിളിക്കാൻ ഒരു സാധ്യതയുണ്ട്. T20 ലോകകപ്പിൽ ആദ്യം സിറാജ് ഉൾപ്പെട്ടിരുന്നില്ലെങ്കിലും ഹർഷിത് റാണയ്ക്ക് പരിക്കേറ്റതിൻ്റെ പിന്നാലെ പകരക്കാരുടെ റോളിലേക്ക് മുഹമ്മദ് സിറാജിനെ ഇന്ത്യ തിരിച്ചു വിളിച്ചിരുന്നു. ആദ്യ മത്സരം കളിച്ച് മികച്ച പ്രകടനം പുറത്തെടുത്തെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. ഇപ്പം ഗുജറാത്ത് ടൈറ്റൻസിനൊപ്പം മികച്ച പ്രകടനം നടത്തുന്ന സിറാജിനെ വീണ്ടും T20 ടീമിലേക്ക് ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രിൻസ് യാദവ് ലക്നൗ സൂപ്പർ ജയൻസിനൊപ്പം മികവ് കാട്ടുന്നൊരു യുവതാരമാണ്, യുവ പേസറാണ്. അദ്ദേഹത്തെ ഇന്ത്യ ടീമിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇനിയുള്ള ഇന്ത്യയുടെ T20 ടീമിൽ 2028 ലോകകപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിമുടി മാറ്റങ്ങളും ചില പരീക്ഷണങ്ങളും തുടരുമെന്ന് തന്നെ ഉറപ്പിച്ചെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതിലാരൊക്കെ ടീമിൽ നിലനിൽക്കുമെന്നും ആരൊക്കെ പുറത്തു പോകുമെന്നും നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ടതാണ്. എന്തായാലും അയർലൻഡിനെതിരായ T20 പരമ്പരയ്ക്കുള്ള ഇന്ത്യയുടെ സാധ്യത ടീമിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെയായിരിക്കും എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായിട്ടുണ്ടാവും. വൈസ് ക്യാപ്റ്റനായിട്ട് സഞ്ജു സാംസണാവും ഉണ്ടാവുക. അഭിഷേക് ശർമ്മ ഓപ്പണർ റോളിലേക്ക് എത്തുമ്പോൾ വൈഭവ് സൂര്യവംശി ബാക്കപ്പ് ഓപ്പണർ റോളിലായിട്ടായി ടീമിനകത്തുണ്ടാവും. ഇഷാൻ കിഷൻ 3-ാം നമ്പറിലേക്ക് എത്തുമ്പോൾ രജത് പാട്ടീദാർ, നിതീഷ് കുമാർ റെഡ്ഡി, ശിവം ദുബെ, അക്ഷർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, രവി ബിഷ്ണോയ്, റിങ്കു സിംഗ്, മുഹമ്മദ് സിറാജ്, പ്രിൻസ് യാദവ്, അർഷ്ദീപ് സിംഗ് എന്നിവരാകും 15-അംഗ ടീമിൽ ഉൾപ്പെടുക എന്നാണ് ഇപ്പം നിലവിലെ സൂചനകൾ. ഇതിൽ ചിലപ്പോൾ മാറ്റങ്ങളുണ്ടായേക്കും. ഇതിലും മികച്ച ടീം നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്.